താരകക്കണ്ണ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ലോഗോസ് ക്വിസിന്റെ ഭാഗമായി ന്യായാധിപന്മാർ 1-ാം അധ്യായത്തിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ന്യായാധിപന്മാർ 2-3 അധ്യായങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുമല്ലോ. ബൈബിളിൽ എത്രാമത്തെ പുസ്തകമാണ് ന്യായാധിപന്മാർ? ഉത്തരം 7. ന്യായാധിപന്മാർ അധ്യായം 2-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23 വാക്യങ്ങൾ. 3. ന്യായാധിപന്മാർ അധ്യായം 2 1 മുതൽ 5 വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്. 4. ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നതാരാണ്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. 5. ഈജിപ്തിൽ നിന്നും കർത്താവിൻ്റെ ദൂതൻ എവിടേക്കാണ് ഇസ്രയേൽ ജനത്തെ കൊണ്ടുവന്നത്? ഉത്തരം പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക്. 6. ബോക്കിമിലെത്തിയ കർത്താവിൻ്റെ ദൂതൻ എന്തു നശിപ്പിച്ച് കളയണമെന്നാണ് പറഞ്ഞത്? ഉത്തരം ബലിപീഠങ്ങളെ. 7. കർത്താവിൻ്റെ ദൂതൻ ഇതറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. ഏതറിയിച്ചപ്പോൾ? ഉത്തരം നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല, അവർ നിങ്ങളുടെ എതിരാളികളായി തീരും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. 8. കർത്താവിൻ്റെ ദൂതൻ ഇതറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ഡാഷ് എന്ന് പേരിട്ടു. ഉത്തരം ബോക്യും. 9. ന്യായാധിപന്മാർ അധ്യായം 2 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം ജോഷുവയുടെ മരണം. 10. തങ്ങൾക്ക് അവകാശപ്പെട്ട ദേശം കൈവശമാക്കാൻ ആരാണ് ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചത്? ഉത്തരം ജോഷുവ. 11. എപ്പോഴൊക്കെയാണ് ജനം കർത്താവിനെ സേവിച്ചതെന്ന് അധ്യായം 2:7 പറയുന്നത്? ഉത്തരം ജോഷുവയുടെയും കർത്താവ് ഇസ്രയേലിനും ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെ കാലത്തും ജനം കർത്താവിനെ സേവിച്ചു. 12. കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? ഉത്തരം 110-ാം വയസ്സിൽ. 13. ജോഷുവയെ അടക്കിയത് എവിടെയാണ്? ഉത്തരം ഗാഷ് പർവ്വതത്തിന് വടക്ക് നിംനാത്ത് ഹെറസിൻ, അവൻ്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ. 14. ന്യായാധിപന്മാർ അധ്യായം 2 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകമെന്ത്? ഉത്തരം ബാലിനെ ആരാധിക്കുന്നു. 15. കർത്താവ് ഇസ്രായേൽ ജനത്തെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതിപ്പോൾ? ഉത്തരം ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവകളെയും സേവിച്ചപ്പോൾ. 16. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ ഡാഷ് അവരോടൊപ്പം ഉണ്ടായിരുന്നു? ഉത്തരം കർത്താവ്. 17. ഇസ്രായേൽക്കാർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കുന്നതിപ്പോൾ? ഉത്തരം ന്യായാധിപൻ മരിക്കുമ്പോൾ. 18. അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു. ആരുടെ? ഉത്തരം കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ. 19. കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ച ഇസ്രായേൽ ജനത്തിന് കർത്താവ് ഡാഷിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു? ഉത്തരം മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷായ്താവിൻ്റെ. 20. ഇസ്രായേൽ ജനത കുഷാൻ റിഷാത്തൈമിനെ എത്ര വർഷം സേവിച്ചു? ഉത്തരം 8 വർഷം സേവിച്ചു. 21. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു.
ഡാഷിനെ കർത്താവ് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു? ഉത്തരം: കേനസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ. 22. ഡാഷ് അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. ഉത്തരം: കേനസിൻ്റെ പുത്രൻ ഒത്നിയേൽ. 23. മെവാബ് രാജാവായ എഗ്ലോൺ ഡാഷിനെയും കൂട്ടി ഇസ്രയേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനയുടെ നഗരം കൈവശപ്പെടുത്തി. ഉത്തരം: അമ്മോന്യരെയും അമലേക്കരെയും. 24. ഇസ്രയേൽ ജനം 18 വർഷം സേവിച്ചതാരെ? ഉത്തരം: മെവാബ് രാജാവായ എഗ്ലോവിനെ. 25. ഒത്നിയേൽ മരിച്ചതിന് ശേഷം കർത്താവ് ഇസ്രയേൽക്കാർക്ക് വിമോചകനായി നൽകിയതാരെ? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകൈയനുമായ യെഹൂദ. 26. ഇസ്രയേൽ മെവാബ് രാജാവായ എഗ്ലോണിന് കാഴ്ച കൊടുത്തയച്ചത് ആരു മുഖേനയാണ്? ഉത്തരം: ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകൈയനുമായ യെഹൂദ. 27. ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ യേഹൂദ് എവിടെയാണ് കെട്ടിവെച്ചത്? ഉത്തരം: വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ. 28. ഡാഷ് തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യനായിരുന്നു? ഉത്തരം: എഗ്ലോൺ. 29. യേഹൂദ് രാജാവായ എഗ്ലോണിന് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ആരെയാണ് പറഞ്ഞയച്ചത്? ഉത്തരം: ചുമട്ടുകാരെ. 30. ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് നിന്ന് തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: എനിക്ക് അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേഹൂദ് മോവാബ് രാജാവായ എഗ്ലോണിനോട്. 31. പരിചാരകൻ കാത്തിരുന്ന സമയത്ത് യേഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള ഡാഷിലേക്ക് രക്ഷപ്പെട്ടു. ഉത്തരം: സെയ്റയിലേക്ക് രക്ഷപ്പെട്ടു. 32. യേഹൂദ് മോവാബിനെതിരെയുള്ള ഡാഷ് പിടിച്ചടക്കി അതിലേക്ക് കടന്നു പോകാൻ ആരെയും അനുവദിച്ചില്ല. ഉത്തരം: ജോർദാൻ്റെ കടവുകൾ. 33. ധീരന്മാരും കരുത്തുറ്റവരുമായ ഡാഷ് മോവാബ്യരെ അന്ന് അവർ കൊന്നു. ഉത്തരം: 10,000-ഓളം മോവാബ്യരെ. 34. മോവാബ് ഇസ്രയേലിന് അധീനമായി എത്ര വർഷം നാട്ടിൽ ശാന്തി നിലനിന്നു? ഉത്തരം: 80 വർഷം. 35. 600 ഫിലിസ്ത്യരെ ചാട്ടുകൊണ്ട് കൊന്ന് ഇസ്രയേലിനെ രക്ഷിച്ചു. ആര്? ഉത്തരം: യേഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമായ ഷംഗാർ.